ഞാൻ ചിന്തിക്കുന്നത് എന്താ, റോഡിലുള്ള പെണ്ണുങ്ങളല്ല എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വ്യത്യാസം കണ്ടോ, പെണ്ണ് നോക്കരുതെന്ന്, നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു നോക്കുമെന്ന്. എന്തോടെ ഇത്? നിങ്ങൾ എല്ലാവരും ഒരു കോളേജിലെ പിള്ളേർ മൊത്തം ഞാൻ പോകുമ്പോ നോക്ക്, അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം. അവള് നോക്കുന്നില്ല, അവള് നോക്കുന്നില്ല. ഞങ്ങൾ നോക്കിയ കുഴപ്പം, നിങ്ങൾ നോക്കിക്കോ, പകരം നിങ്ങൾ നോക്കിക്കോ. അതാണ് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്ന എനിക്കറിയാം. ഇങ്ങനെ നിങ്ങൾ ഒഫൻഡ് ആവുന്ന കണ്ടില്ലയോ? നിങ്ങൾ എന്നെ ഒഫൻഡഡ് ആക്കാൻ നോക്കി, ഞാൻ ഒഫൻഡഡ് ആവത്തില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ മെച്ചൂരിറ്റി. അറിയാം, ഞാൻ ഒഫൻഡഡ് ആയിട്ടില്ലല്ലോ. ആവുമല്ലോ. നിങ്ങൾക്ക് പക്വതയില്ല, കാലം കണ്ടിട്ടില്ല, ലോകം കണ്ടിട്ടില്ല. നമ്മൾ ലോകം കുറെ കണ്ട്, കുറെ പ്രേമിച്ച്, ഞാൻ ഒരുപാട് പ്രേമിച്ചതാ. ഞാൻ ലോകം കണ്ടിട്ടില്ല നിക്കാക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിക്കാക്ക് അറിയത്തില്ലല്ലോ. ഒരു ചോദ്യം കൂടെ ചോദിച്ചേക്കാം. നമ്മളെ തുറിച്ചു നോട്ടമുണ്ടല്ലോ ആണുങ്ങളുടെ, നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങള് ഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോഴാണ് തുറിച്ചു നോട്ടം, നിങ്ങൾ നേക്കഡായിട്ട് പോകുമ്പോഴാണ് തുറിച്ചു നോട്ടം കൂടുതലുണ്ടാവുന്നത്? അത് ഞാൻ നോക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഒരു ഹാഫ് നേക്കഡായിട്ട് പോകുമ്പോഴാണ്. ഞാൻ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്രയും എന്താണെന്നറിയോ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ എന്നെ ഉത്തേജിക്കപ്പെടുത്താൻ പറ്റത്തുള്ളൂ, എനിക്ക് തോന്നത്തുള്ളൂ. അതാ എനിക്ക് ഇപ്പൊ പുരുഷന്മാരെ ഞാൻ പറഞ്ഞില്ലേ കാഴ്ചയിൽ ഉത്തേജനം ഉണ്ടാവുന്നത്. നമ്മൾ ഫോൺ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വന്ന് മൂടിക്കിട്ടിരിക്കുമല്ല, ഡ്രസ്സ് ഊരുമ്പോഴാണ് നമുക്ക് ഉത്തേജനം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഉത്തേജനം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അങ്ങ് ഇന്റൻഷനലി ഉണ്ടാവുന്നല്ല. നമുക്ക് ഉള്ളിൽ നമ്മുടെ ഹോർമോൺ ഉണരുന്നത് പുരുഷന്മാർക്ക് കാഴ്ചയിലൂടെ. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷെ അത് കയറി പിടിക്കാതിരിക്കലാണ് ഒരു മനുഷ്യന്റെ യുക്തി, അവന്റെ വിവേകം. അത് ഇല്ലാതാവുന്നത് ഈ ലഹരിയിലൂടെ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞുകൂട്ടല്ല നോട്ടം കൂടുതൽ ഉണ്ടാവുന്നത് തുണി കുറഞ്ഞു പോകുമ്പോൾ തന്നെ. നിങ്ങൾക്ക് നോട്ടം ഉണ്ടാവുന്ന നിങ്ങൾ കാണാൻ നല്ലതായതുകൊണ്ട്, കാണാൻ ഭംഗിയുള്ളതുകൊണ്ട്. ശരിയെങ്കിൽ എനിക്കുള്ള അല്ല, ഇപ്പം ഞാൻ ഇതിന് തിരിച്ച് മറുപടിയായിട്ട് ഒരു കാര്യം പറയട്ടെ. ആസ് എ ഗേൾ, ആസ് എ വുമൻ ഞാനൊരു കാര്യം പറയാം. ഇപ്പം എന്നെ തുറച്ച് നോക്കുകയാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ഇപ്പം നോർമൽ ആയിരിക്കും, ഞാൻ ചിലപ്പോൾ ഒരു ബസ്സിലോ ഇപ്പം ഫുൾ ഡ്രസ് ആയിരിക്കും. ഞാൻ ഡ്രസ്സിലൊന്നും അങ്ങനെ എന്തായാലും അങ്ങനെ ഞാനല്ല. ഞാൻ നിങ്ങള് ഈ പറഞ്ഞോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും. അങ്ങനെ ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാവും, ഒരു ഗേളിന് മനസ്സിലാവും. ഇല്ലാതെ നോട്ടം ചിലപ്പോ ഒരു പക്ഷെ എങ്ങും നോക്കാതെ വരാം. ഇപ്പൊ വേറെ നോക്കാൻ ഇല്ലെങ്കിൽ മുഖത്തോട്ടായിരിക്കും നോക്കുന്നത്. പക്ഷെ നോക്കാൻ ഒരുപാട് സ്ഥലം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് ഭയങ്കര തുറിച്ചുനോട്ടമായിരിക്കും. ഇപ്പൊ ഈ തുറിച്ചു നോക്കുന്ന അതാണ് ഞാൻ പറയാൻ വന്നേ. തുറിച്ചു നോക്കുന്ന ആളുകളെ തിരിച്ചൊരു 2 മിനിറ്റ് ഇങ്ങനെ തുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരെന്നെ തുറിച്ചു നോക്കുമ്പോ ഞാൻ തിരിച്ചു അല്ല, അവര് ഡിസ്റ്റർബ്ഡ് ആവുന്നതാണ് ഞാൻ കണ്ടത്. ഡിസ്റ്റർബ്ഡ് ആവും. അതെന്താണെന്നറിയോ, അവരെ കാമക്കണ്ണായതുകൊണ്ട് ഡിസ്റ്റർബ് ആവുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാരും ഇനി നോക്കി നിൽക്കാൻ പറ്റുമോ? എത്ര തുറിച്ച് നോട്ടം ഉണ്ട്? ഇല്ല, അത് പറ്റത്തില്ല. മൈൻഡ് ചെയ്ത് പോവാ. അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഇപ്പൊ ചിലപ്പോ ഞാൻ എനിക്ക് നേരിട്ട് ഒരു ഇൻസിഡന്റ് പറയാം. ഞങ്ങള് ഓട്ടോയില് ട്രാഫിക്കിൽ കിടക്കുകയാണ്. അതിൽ പ്രതീക്ഷിക്കാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീ തിരിച്ചു നോക്കുന്നു പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മാറണമെന്നല്ലേ ഞാൻ പറഞ്ഞേ. പക്ഷെ നമുക്ക് എത്ര പേരെ തുറിച്ചു നോക്കാൻ പറ്റും? അത് ശരിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ, ഒന്നുമില്ല. മാവിലല്ലേ മാങ്ങയിലല്ലേ എറിയത്തുള്ളൂ. സിനിമാ തിയേറ്ററിൽ ആള് കയറുന്ന എന്താ, അകത്ത് നല്ല സിനിമ ആയതുകൊണ്ടല്ലേ. നോക്കുന്നത് എന്താ, നിങ്ങൾ നല്ലതായതുകൊണ്ട് അവർ നോക്കുന്നത്. കൊള്ളാത്ത ആരെങ്കിലും നോക്കുവോ? കൊള്ളാത്ത മീൻസ് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത. ഞാനൊക്കെ സന്തോഷിക്കും. ഇവിടുത്തെ വേറെ ഭയങ്കര വ്യത്യാസമുണ്ട്, ഒരു പ്രത്യേക ശാസ്ത്രം. ഞാൻ ചിന്തിക്കുന്നത് എന്താ, റോഡിലുള്ള പെണ്ണുങ്ങളല്ല എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വ്യത്യാസം കണ്ടോ, പെണ്ണ് നോക്കരുതെന്ന്, നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു നോക്കുമെന്ന്. എന്തോടെ ഇത്? നിങ്ങൾ എല്ലാവരും ഒരു കോളേജിലെ പിള്ളേർ മൊത്തം ഞാൻ പോകുമ്പോ നോക്ക്, അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം. അവള് നോക്കുന്നില്ല, അവള് നോക്കുന്നില്ല. ഞങ്ങൾ നോക്കിയ കുഴപ്പം, നിങ്ങൾ നോക്കിക്കോ, പകരം നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ 10 പെൺപിള്ളേർ കൊണ്ടുവന്ന് എന്നെ നോക്കിക്കോ, ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. എന്ത് കഷ്ടമായത്. അതവിടുത്തെ വ്യത്യാസം. ഞങ്ങൾക്ക് പ്രശ്നമില്ല, നോക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നോക്കിക്കൂടാ. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ആണും പെണ്ണും എപ്പോ ഈക്വൽ അല്ല ഈ വിഷയത്തിലൊക്കെ. ആണും പെണ്ണും വ്യത്യാസത്തിന് തന്നെയാണ്. ഒരു മനസ്സുകൊണ്ടാണ് ഈക്വൽ ആവേണ്ടത്, നിയമപരമായിട്ട്. നിങ്ങളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് മോൾഡ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ചിന്താഗതിക്ക് ആരും മോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ? ചില സമയത്ത് പേപ്പട്ടിയുള്ള സ്ഥലത്തൂടെ പോരുത്, അത്രേ ഉള്ളൂ കാര്യം. അതിന് പേപ്പട്ടി വേണമെങ്കിൽ മാറി നിൽക്കട്ടെ, ഞങ്ങൾ പോകുന്ന പറഞ്ഞാൽ ചന്തി അടിച്ചോണ്ട് പോകും. അതുള്ള അന്നത്തെ കാര്യം. അതുള്ള അന്നത്തെ കാര്യം. അതാ മനസ്സിലാക്കാത്തെ. ആ പേപ്പട്ടി അവിടുന്ന് മാറ്റുന്ന സമയം നിങ്ങൾ കൊടുക്കണ്ടേ? ഇവിടെ നാട്ടിൽ, നമ്മുടെ നാട് ഇപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതവിടെ നിൽക്കുമല്ലേ, ഈ നോട്ടങ്ങൾ നിൽക്കും, മാറും. ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ വരും, ഒരു അടുത്തൊരു സീസൺ വരുമ്പോഴത്തേക്കും, തലമുറ വരുമ്പോഴത്തേക്കും നോട്ടം തിരിയും, മാറും. ആരും നോക്കാത്ത അവസ്ഥ വരും. അന്ന് നിങ്ങൾ പറയാൻ പോകുന്നത് എന്തോന്നറിയോ, അന്ന് നിങ്ങളൊക്കെ പറയാൻ പോകുന്ന ആരും നോക്കുന്നില്ലെന്നായിരിക്കും. അന്ന് പിന്നീട് ഇത് കാലചക്രം തിരിച്ചു വരും.
കാലക്കം തിരിച്ചു വന്നിട്ട് നോക്കാത്ത അവസ്ഥ വരുമ്പോഴും നോക്കിപ്പിക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾ വല്ലതും ചെയ്യും. ഞാൻ എനിക്ക് ഇതിനൊരു ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഉള്ള ജനറേഷൻ ഇല്ലേ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷൻ 2000 അതിന് പഴയ ശേഷം അമ്മാവന്മാരുടെ നോട്ടം ഇപ്പൊ ഇല്ലല്ലോ? ഇല്ല. അതായിരുന്നു ഭയങ്കര നോട്ടം. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്കൊക്കെ ഒഫൻഡഡ് ആയിട്ട് തോന്നരുത്. ലൈക്ക് ഈ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ഏജിലുള്ള ഒരു ഏജ് കഴിഞ്ഞവരാണ് ഇപ്പൊ ഈ രീതിക്ക് സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു ഏജ് കഴിയുമ്പോൾ സംസാരിക്കും, കാരണം നമുക്ക് കുറച്ചൊരു പക്വത ഉണ്ട്, നിങ്ങൾക്കില്ല. അത് പക്വതയുടെ നിങ്ങൾക്ക് പക്വതയില്ല, നിങ്ങൾക്ക് പക്വതയില്ല, കാലം കണ്ടിട്ടില്ല, ലോകം കണ്ടിട്ടില്ല. നമ്മൾ ലോകം കുറെ കണ്ട്, കുറെ പ്രേമിച്ച്, ഞാൻ ഒരുപാട് പ്രേമിച്ചതാ, ഒരുപാട് പ്രേമിച്ചു. ഞാൻ ലോകം കണ്ടിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല, നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ കുറെ കാലമായി കുറെ ഇതായി എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് പ്രായം ഉണ്ടെന്നുണ്ടല്ലോ, ആ ലോകം കണ്ട്. അത് ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ലോകം കണ്ടിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അല്ല, സംസാരത്തിന് എനിക്ക് മനസ്സിലായി. സംസാരത്തിന് എന്റെ അടുത്ത് എന്താ പറഞ്ഞേ? എനിക്ക് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും സംസാരിക്കുന്നതിലുള്ളൂ. ഒത്തിരി സംസാരിച്ചു, ഒത്തിരി മനസ്സിലാക്കാം. കുറച്ച് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ. എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതിന് എല്ലാം റീസൺ ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ പറയുന്നല്ലോ, ഇവിടെ നിങ്ങൾ നടക്കരുത് നോക്കരുതെന്നല്ല, ഉറപ്പായിട്ടും വട്ടത്തിൽ ആളുണ്ട്, ആ ആള് മാറും, ഉറപ്പായിട്ടും മാറും. അപ്പോൾ നമുക്കൊന്ന് മാറുമ്പോൾ ഇറങ്ങാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്ത് വിചാരിക്കുന്ന അറിയോ? എന്താ എനിക്ക് ഇറങ്ങിയാൽ ഞാൻ എടുത്ത് ഈ ആട് എന്താ, അതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തെ? അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ടാ. ഞാൻ ഈ പേപ്പട്ടി ഒഴിച്ച് അപ്പുറത്ത് നിന്നിട്ടാ ഞാൻ നോക്കുന്നത്. അവിടെ നിന്ന് നോക്കിക്കോട്ടെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും പട്ടിയെ കണ്ടിട്ടില്ല, വെളിയിലെല്ലാം പട്ടികൾ നിൽപ്പുണ്ട്, നിങ്ങളത് കാണുന്നില്ല, പരിക്കൊന്നും ഇറങ്ങുന്നേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഓടി അപ്പുറത്ത് പോയിന്ന്. മനസ്സിലായോ? ഞാൻ അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അത് ഇവിടെ പ്രശ്നങ്ങൾ പറ്റുമെന്നോ ഒന്നും അല്ല. ഞാൻ നേരത്തെ ഒരു ഉപമ പറഞ്ഞെന്തോ അറിയോ? അതായത് പലരും ഈ മോഡൽസ് അവരെ കണ്ടാ, നമ്മൾ മോഡൽസ് അല്ല, ഹൈ സിനിമ ലൈഫ് ജീവിക്കുന്നവരെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ടാ പല കുട്ടികളിലൂടെ നാട്ടിൽ ചെയ്യുന്നത്. പക്ഷെ അവർ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ എന്താ? വീടിറങ്ങിയ AC കാറ്, സ്റ്റാർ ഹോട്ടല്, അതുപോലെ തന്നെ ഷൂട്ടിംഗ് സെറ്റ്, സെക്യൂരിറ്റി. നമ്മുടെ നാട്ടിൽ എന്താ? കവല, മീൻകമ്പോളം, ഇതുപോലത്തെ വായുനോക്കികൾ, ഇവരുടെ റെഗുലറിൽ പോന്നേ. ആ കൾച്ചർ മാറി മാറി വരുന്നല്ലേ ഉള്ളൂ. അവരിലേക്ക് എഡ്യൂക്കേഷൻ എത്തണ്ടേ, അവരിലേക്ക് മാറ്റം വരണ്ടേ. ആ മാറ്റം വരുന്ന സമയം കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത്ര ഒതുങ്ങിയിരിക്കണം? അതല്ല, നിങ്ങൾ ഇഷ്ടങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ഞാൻ പറയട്ടെ, ഇന്ന് എറണാകുളത്ത് രാത്രി നിങ്ങൾക്ക് ഇറങ്ങി നടക്കുന്ന പോലെ, അല്ലെങ്കിൽ എറണാകുളത്ത് നമുക്ക് ഫുള്ള് ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഫ്രീഡത്തോടെ നടക്കുന്ന പോലെ ഒരു കുഗ്രാമത്തിൽ പോയി നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അതാ പറഞ്ഞ, ആ മാറ്റം എറണാകുളത്ത് വന്നില്ലേ? അതുപോലെ നമ്മൾ അവിടെയും മാറ്റങ്ങൾ വരും. ആ ഒരു ടൈം ഡ്യൂറേഷൻ, ടൈം ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ അമ്മാവും വൈബ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അതായിട്ടില്ല. നിങ്ങൾ ഇപ്പൊ എറണാകുളത്ത് മാത്രം നിൽക്കുമല്ലേ, നിങ്ങൾ അങ്ങോട്ട് വരണം. എനിക്ക് എത്ര വയസ്സുണ്ടെന്നാ തോന്നുന്നത്? വയസ്സ് 10-35 ആണ് അമ്മച്ചിക്ക്. അല്ലെ കുറച്ചൊക്കെ പറയുമെന്ന് വിചാരിച്ചു അമ്മയും പോയി. അല്ല, പറ എത്ര വയസ്സുണ്ടെന്ന്? 25-26 വയസ്സാണ്. അല്ലെങ്കിൽ 28 വയസ്സ്. 2 വയസ്സൂടെ കൂടുതലുണ്ട്. അതിന്റെ പക്വതയില്ല. പക്ഷെ കൊച്ചിനെ ഇളക്കി ഇത് വിഷമിപ്പിക്കാം പ്രായത്തിന്. അതാണ് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്ന എനിക്കറിയാം. ഇങ്ങനെ നിങ്ങൾ ഒഫൻഡ് ആവുന്ന കണ്ടില്ലയോ? നിങ്ങൾ എന്നെ ഒഫൻഡഡ് ആക്കാൻ നോക്കി, ഞാൻ ഒഫൻഡഡ് ആവത്തില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയ മെച്ചൂരിറ്റി. അറിയാം, ഞാൻ ഒഫൻഡഡ് ആയിട്ടില്ലല്ലോ. ആവുമല്ലോ, ഇങ്ങനെ പോയാൽ ആവുമെന്ന് എനിക്കറിയാം. നമ്മളെ എത്രത്തോളം ഒരാൾ വീക്ക് ആക്കാൻ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓപ്പോസിറ്റ് സഞ്ചരിക്കും. അല്ല, എനിക്ക് നിങ്ങളെ ലോകം കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് അതിനോട് ഞാൻ അങ്ങനെ മാക്സിമം നോക്കും. ഒരാളെ മാക്സിമം മെന്റലി തളർത്താൻ നോക്കുമ്പോഴാണ് അവരുടെ വീക്ക്നെസ് നമുക്ക്. നിങ്ങൾ എന്നെ എത്ര തളർത്താൻ നോക്കണം, അത്രത്തോളം ഞാൻ ചിരിച്ചുകൊണ്ട് നിങ്ങളെ നേരിടാൻ നോക്കണം. ഞാൻ അവിടെ റേസ് ആവരുത്. മനസ്സിലായോ? അതാണ് നമ്മൾ വേണ്ടത്. ഞാൻ ഇതുവരെ ഉള്ളില് നല്ല രീതിയിലുണ്ട്. ഒരു മെച്യൂരിറ്റി ഇല്ല. സത്യം പറഞ്ഞ ഒരു മെച്യൂരിറ്റി ഇല്ല. സത്യമായിട്ട് 28 വയസ്സ് ഞാൻ പറഞ്ഞു. സത്യമായിട്ട് 10, 23, 28 വയസ്സ് പ്രതീക്ഷിച്ചുള്ളൂ. അതെനിക്ക് സന്തോഷം. ഓക്കെ, ഞാനത് മറ്റേ ഇതായിട്ട് എടുക്കുന്നു. ഏത് പവർ? അതാണ്. ഓക്കെ. അപ്പൊ എനിക്കിങ്ങനെ അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് സ്ത്രീകളെ പറയുന്നു തോന്നിയിട്ടാ. ഞാൻ നിങ്ങളെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ ഏത് ഡ്രസ് ഇട്ട് വന്നാലും എനിക്ക് നിങ്ങളൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ പറയിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ആ രഞ്ജിത നായർ ചെയ്യുന്നത് ശരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ യോജിക്കുന്നില്ല. ആ വിയോജിപ്പ് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ എന്തിനാ എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നത്? വിക്രി എടുത്ത പെണ്ണുങ്ങളെ അല്ല ഞാൻ പറഞ്ഞു. എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. ഞാൻ കഴിഞ്ഞ ദിവസം ഡാൻസ് കളിച്ചിട്ടുള്ളത് അവള് മിക്കവാറും ഇടുന്നില്ല ആ ടൈപ്പ് ഡ്രസ്സാ. പക്ഷെ അത് അവൾക്ക് കംഫർട്ട് ആണെന്ന്, അവൾക്ക് ചേരുന്നുണ്ടെന്ന്. ഞാൻ എന്റെ ഒരു കാര്യം പറയട്ടെ, പിന്നെ ഇടയ്ക്ക് ബോധഡ് അല്ല ഇതിനകത്ത്. ലൈക്ക് അവരുടെ ഇഷ്ടം, അവരുടെ ലൈഫ്. പക്ഷെ ഞാൻ ബോധേഡാണ്. ഞാൻ ബോധേഡായത് എന്തുകൊണ്ടാ? എനിക്ക് ഒരുപാട് സ്ത്രീകളും ഗേൾസും ഇതുപോലെ കോളുകളും വന്നോണ്ടിരിക്കുക. അവിടെ നിന്നെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് അവരിൽ നിന്ന് പലരും ആഗ്രഹിക്കുന്നത് അവരുടെ ശരീരം മാത്രമാ.